ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറ് പൊയ്ക്കോ സാറേ, ഞാനിനി ഇവരുടെ കൂടെ കുറെ സമയം ചെലവഴിച്ചിട്ടേ പോകൂ. എന്നാ ശരി, ആയിക്കോട്ടെ. ശരി സാർ. വരുൺ, തൽക്കാലം ആപത്തൊന്നും സംഭവിച്ചില്ലെങ്കിലും വളരെ വിദഗ്ധമായി നീങ്ങുന്ന ഒരാളാണ് പുറകിലുള്ളത്. സോ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. മാത്രമല്ല, ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഒന്നിച്ചുള്ള യാത്രയിലോ തനിച്ചുള്ള യാത്രയിലോ സംശയകരമായ ഒരാൾ പുറകെ വരുന്നതോ അയാൾ വാച്ച് ചെയ്യുന്നതോ കണ്ടാൽ അറ്റ് ദ സെയിം മൊമെന്റ് ഇൻഫോം മീ. ബാക്കി ഞാൻ നോക്കിക്കോളാം. തൽക്കാലം നമുക്ക് പിരിയാം. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നിങ്ങളെ എത്രയും പെട്ടെന്ന് വിളിക്കാം. ഓക്കെ സാർ. ശരി. അല്ല, ഇത് അല്ല വരുൺ, അത് അയാളല്ലേ നമ്മളെ പാർട്ടിയിൽ കണ്ട ആള്, എന്നെ അന്ന് കാറിന് മുന്നിൽ നിന്ന് രക്ഷിച്ച ആള്, അയാള് തന്നെയല്ലേ ഇത്? അയാൾ തന്നെയല്ലേ? അയാൾ എന്താ ഇവിടെ ചെയ്യുന്നത്? അതും മുമ്പ് കണ്ട വേഷത്തിലൊന്നും അല്ലല്ലോ. സത്യം പറഞ്ഞ നമ്മൾ അയാളെ ശരിക്കും പരിചയപ്പെട്ടതുപോലും ഇല്ല. എന്തായാലും അയാൾ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്റെ കാര്യം. താൻ ഇറങ്ങ. ഹലോ, ഒരു മിനിറ്റ്. ഞങ്ങളായിരുന്നു ആ കാറില്. സോറി കേട്ടോ, ഞാനിവർക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നതാ. അതിനിടയ്ക്ക് ഞാനിവിടെ വണ്ടി വെച്ച കാര്യം മറന്നുപോയി. അല്ല, നിങ്ങൾ ആരാ? ഞാൻ ഇവരുടെ ആരാന്നാണോ? ഇവരെന്റെ ആരുമല്ല, പക്ഷേ എല്ലാമാണ്. ഒരു മിനിറ്റ്. പതുക്കെ പതുക്കെ കുടിക്കാം. നമ്മൾ തമ്മിലിപ്പോ പലതവണയായിട്ട് കാണുന്നു. ഒന്ന് പരിചയപ്പെടാൻ പോലും കഴിഞ്ഞില്ലേ? പ്രത്യേകിച്ച് എന്ത് പരിചയപ്പെടാനാ സാറേ, ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്ന ഒരാള്. പിന്നെ
ഈ ശീലം എങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാ മുൻപൊക്കെ ഞാൻ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പകുതി മാത്രം കഴിച്ചിട്ട് ബാക്കി കൊണ്ടുപോയി കളയും. ഈ ചെറുപ്പത്തിനൊരു ഊറ്റുണ്ടല്ലോ അത്. പിന്നെ ഈ ഹോട്ടലിന്റെ മുന്നിൽ യാചകർ നിൽക്കുന്നത് കണ്ടാൽ പോലും പ്രത്യേകിച്ച് ഒന്നും തോന്നുമായിരുന്നില്ല. പിന്നെ ഇവരെ പോലുള്ളവര് നമ്മൾ കൊണ്ട് കളയുന്ന വേസ്റ്റുകള് അതെടുത്ത് കഴിക്കുന്നുണ്ടോ, അത് വല്ലാതെ മനസ്സിൽ തറച്ചു. അപ്പത്തൊട്ട് തുടങ്ങിയതാ ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ 3-4 പേർക്കെങ്കിലും ഭക്ഷണം എത്തിക്കണമെന്ന്. വലിയ കാര്യ. നോക്ക് മിസ്റ്റർ, നിങ്ങളുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞങ്ങളും ചെയ്തു തരാം. അത് വേണ്ട സാർ, ഇത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഇത് എൻ്റെ ഒരു മനസ്സമാധാനം. ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്നത്തെ ദിവസം എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു മനസ്സമാധാനം, അത് തന്നെ ധാരാളം. പിന്നെ സാറിന് ചാരിറ്റി പ്രവർത്തനം ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വന്തം വീട്ടിലും ചെയ്യാലോ. ഈ ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയാതെ എന്ന് പറയില്ലേ, അതുപോലെ ഏറ്റവും സിമ്പിളായി. ഞങ്ങൾ കമ്പനിയിൽ നിന്ന് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലെ പേഴ്സണലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അല്ലടോ? നിങ്ങള് ഞങ്ങൾക്കൊരു വലിയ പാഠം കേട്ടോ. എന്നാലും നിങ്ങളൊന്ന് പരിചയപ്പെടാൻ താല്പര്യം കാണിക്കാത്തത്. ഏയ്, ഇത് മാറിയില്ല ഇതുവരെ. ഇത് കഴിച്ചു തീർക്കണ്ടേ? ദാ, ഞാൻ തരാം. ആ. സാറ് പൊയ്ക്കോ സാറേ, ഞാനിനി ഇവരുടെ കൂടെ കുറെ സമയം ചെലവഴിച്ചിട്ടേ പോകൂ. എന്നാ ശരി, ആയിക്കോട്ടെ. ശരി സാർ. ആ. പോ. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിസ്സാര തോന്നലൊന്നും പോരടോ. ഈ യാചകരുടെ മുന്നിൽ ഭക്ഷണപ്പൊതി എത്തിക്കുന്നവരൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ചിലർ കുറേ ഭക്ഷണപ്പൊതികൾ വാങ്ങിച്ച് അരികത്ത് വെച്ചിട്ട് അങ്ങ് പോവും. ചിലർ ഓരോന്നായിട്ടെടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കും. വയ്യാത്ത ഭിക്ഷക്കാരന് അരികിൽ നിന്ന് വാരി കൊടുക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. നമുക്ക് എന്തായാലും അദ്ദേഹത്തെ ശരിക്കും ഒന്ന് പരിചയപ്പെടണം വരും. ഇനി കാണുമ്പോ എന്തായാലും. പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാൾ, ജീവൻ രക്ഷിച്ചാൽ പോലും ഒരു നന്ദി വാചകം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആള്, തെരുവിൽ നടക്കുന്നവരെ സ്വന്തം കുടുംബാംഗമായിട്ട് കാണുന്ന ഒരാള്,